വിശ്വഗുരുവിനെ കരുണ ഏതുമില്ലാതെ ഡൊണാൾഡ് ട്രംപ് അവഗണിച്ചിരിക്കുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേറിയപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുമില്ല. റിലയൻസ് മേധാവി മുകേഷ് അംബാനി, ഭാര്യ നിത അംബാനി സത്യപ്രതിജ്ഞ ചടങ്ങിന് തലേന്ന് നടന്ന അത്താഴവിരുന്നിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെയും മോദി അവഗണിക്കപ്പെട്ടു. ലോകത്തിന് വഴികാട്ടുന്ന വിശ്വഗുരു അതായത് മോദിയുടെ സാന്നിധ്യമില്ലാതെ തന്നെ ട്രംപ് അധികാരമേറ്റു. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും ഫോണിൽ പോലും മോദിയെ ബന്ധപ്പെടാൻ ട്രംപ് തയ്യാറായില്ല എന്നതാണ് സത്യം. അധികാരമേറ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം ജനുവരി 27-നായിരുന്നു മോദിക്ക് ഫോണിൽ പോലും ട്രംപുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കും മോദിക്കുമുള്ള സ്ഥാനമാണ് ഇത് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത്. ട്രംപിസത്തിന്റെ മുഖമുദ്രയായ കുടിയേറ്റ വിരുദ്ധതയും അതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നടപടികളും ഇന്ത്യയെ ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കും. നിയമപരമായി കുടിയേറിയവരെ ഒഴിപ്പിക്കുമെന്നും ഇത്തരം ദമ്പതിമാർക്കുൾപ്പെടെ US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ ഭരണഘടനയിലെ 14ാം ഭേദഗതിക്കെതിരായ നീക്കമാണിത് പ്രധാനമായും. എന്നാൽ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്. ഇതിനകം 22 സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കുടിയേറ്റ വേട്ട തടയാൻ പര്യാപ്തമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ 1000-ലധികം പേരെ നാടുകടത്തുകയും ചെയ്തു. എപ്പോഴാണ് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് US വിമാനം ഇന്ത്യയിലേക്ക് എത്തുക എന്ന ഭീതിയാണ് ന്യൂഡൽഹിക്ക് ഇപ്പോൾ ഉള്ളത്. 14 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ പ്രധാനമായും ഉള്ളത്. ഇതിൽ പകുതിയിലധികം അതായത് 725 ലക്ഷം ആവശ്യമായ രേഖകളില്ലാതെ കുടിയേറി വന്നവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 17,940 പേരാണ് അന്തിമ പുറത്താക്കൽ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ട്രംപിനെ തിരുത്താൻ മോദിക്ക് ഒരിക്കലും കഴിയില്ല. അതിന് പിന്നിലെ കാരണം ഇരുവരുടെ നയം ഒന്നാണെന്നതാണ്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ഒഴിപ്പിക്കണമെന്നതാണ് മോദിയുടെയും ട്രംപിന്റെയും നയമെന്നത്. ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയവരെ ഒഴിപ്പിക്കാനാണ് മോദി, യോഗി, ഹിമന്ത ബിശ്വ ശർമ്മയും പ്രധാനമായും ആഹ്വാനം ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് തന്നെ ഈ ലക്ഷ്യം കൈക്കൊണ്ടിട്ടാണ്. സമാന നടപടി തന്നെയാണ് ട്രംപും കൈക്കൊണ്ടിട്ടുള്ളത്. മോദിക്ക് മുസ്ലിങ്ങളാണ് അനധികൃത കുടിയേറ്റക്കാരും ക്രിമിനലുകളുമെങ്കിൽ ജോലി തേടി എത്തുന്നവരെല്ലാം ട്രംപിന്റെ ഇതേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അതിനാൽ ട്രംപിനെ തിരുത്താൻ മോദിക്ക് ഒരിക്കലും കഴിയില്ല. അമേരിക്ക പറയുമ്പോൾ മുട്ടിലിഴയുന്ന മോദിക്ക് ട്രംപിന്റെ ഇന്ത്യാവിരുദ്ധ നീക്കങ്ങളെ ചെറുക്കാനാകുമോ എന്നതാണ് നിലനിൽക്കുന്ന ഒരേ ഒരു ചോദ്യം.